നീ പറടാ. അവള് 2K കിട്ടാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം? തൂക്കി കയറി വെടിവെക്കലോടോ. 90s പൊട്ടാ. പൊട്ടനോ? അതൊന്നുമല്ല, 2-3 ദിവസം മുമ്പ് അവളുടെ കൂട്ടുകാരായിട്ട് ബാംഗ്ലൂർ ടൂർ പോയി. അല്ല, എന്നോട് പറഞ്ഞിട്ടൊക്കെയാണ് പോയത്. ഞാൻ പറഞ്ഞത് അവിടെ താമ്പിള്ളേരിട്ടൊന്നും അധികം കമ്പനി അടിക്കണ്ട. തേച്ചാ അല്ലെങ്കിൽ ഇപ്പത്തെ പിള്ളേരുടെ ഫാഷനാണത്. ഉള്ളതിനെ നല്ലത് കണ്ടാലേ ഉള്ളതിനെ അവിടെ നല്ലതിന്റെ ഒപ്പം പോകും. എന്താടോ ഇതിനർത്ഥം? അതെനിക്കറിയാൻ പാടില്ല. ഹോ, ഇപ്പൊ 2-3 ദിവസമായിട്ട് അവള് ഗോസ്റ്റിങ്ങിലാ. ഗോസ്റ്റിങ്ങാ? എന്ത് സാധനോടത്? അതിനിവിടെ ആരുടെ പ്രേതം കളിച്ചിപ്പോ? അതൊക്കെ ഇപ്പോഴത്തെ ഫ്രീക്ക് ടേംസ് ആണ്. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. അത് മാത്രമല്ല, ബ്രെഡ് ക്രംബിങ്, സോംബിങ്, ബെഞ്ചിങ്, ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയോ? ഇവൻ പറയണ വാക്കിന്റെ അർത്ഥം പഠിക്കണമെങ്കിൽ വല്ല കോഴ്സും ചേരേണ്ടി വരില്ല. ഇതിന്റെയൊക്കെ വിഷമമില്ലേ? നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു. ദൈവം ഇപ്പൊ കഴിഞ്ഞില്ലേ? അല്ലടാ, നിന്നെ ആദ്യം അവരെന്തോ ചെയ്തെന്ന് പറഞ്ഞില്ലേ? അതെന്താടാ സംഭവം? അത് ഗോസ്റ്റിങ്. അതായത് ഞാൻ എടുക്കുന്ന മെസ്സേജസും സ്റ്റോറീസ് ഒക്കെ അവള് കാണും, പക്ഷെ ഒന്നും റിപ്ലൈ തരൂല. പ്രേതത്തിനെ പോലെ അങ്ങോട്ട് മാറിക്കും. ഓ, പണ്ട് സരള എന്നെ ഗോസ്റ്റിങ് ചെയ്യുമായിരുന്നല്ലേ? ഞാൻ അയക്കുന്ന കത്തിന് അവള് മറുപടിയും തരാറില്ല. തങ്കമണി അവള് മറുപടി തന്നെ. ഓഹോ, ആശാനെ ഒന്ന് വെറുതെ ഇരിക്കി, അവന്ന് പറഞ്ഞോട്ടെ. പറടാ, നമുക്ക് ബാംഗ്ലൂരിൽ പോക്കാം. അങ്ങനെ ഇപ്പൊ താൻ ഓസിനി ബാംഗ്ലൂര് കാണണ്ട. ഇതൊരവനല്ല, പിന്നെ അവളാ. അവളാ? ആശാനെ, അവള് മഴവില്ലായി പോയി ആശാനെ. അവക്കിപ്പൊ പെൺപിള്ളേരോടാ താല്പര്യം. ലെബനീസ് ലെസ്ബിയൻ. അത് വേറെ എന്താണെങ്കിലും ആയല്ല. അതായി. എന്നാലും അവള് തേങ്ങ വീഴൂടാ. ഒരു മാസം സ്വർഗമായിരുന്നു ആശാനെ. പക്ഷെ എന്റെ വാവേനെ നരകത്തിലേക്ക് തള്ളിയിടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. തേനും പാലൊഴുകാണല്ലോ. ഇത് ഞങ്ങളുടെ പ്രാക്കടാ. അതല്ലേ എല്ലാ പിള്ളേർക്കുള്ള സൂക്കേടാ അത്. ഗേൾ ഫ്രണ്ട്സ് ഒക്കെ കിട്ടുമ്പോ കൂട്ടുകാരൻ മുഞ്ചിക്കുന്ന പരിപാടി. അത് കണ്ട ആ ചെക്കനുണ്ടാവും ഗേൾ ഫ്രണ്ട്. പിന്നെ അവന്റെ വരവ് കണ്ടിട്ടേ വെളിച്ചപ്പാട് തുള്ളാൻ പോയാലുണ്ടല്ലോ. എവിടെ പോണ്? മാഷ് പറഞ്ഞ അപ്പനെ വിളിച്ചോട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. അപ്പനോട് പറഞ്ഞപ്പോ അപ്പനും മൂടാ. എനിക്കത് സഹിച്ചില്ല. അപ്പനെ ഞാൻ വെട്ടി. ഇവരെന്തിനാ പേടിക്കണേ? ഞാൻ മാഷിനെ ഒന്ന് കാണണം. പോലീസുകാർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. താഴത്തില്ലടാ പോക്കണ്ട. പക്ഷെ എന്തായാലേ കുറച്ചും കൂടി വൈകി വെച്ചെങ്കിൽ അവൻ്റെ ഒപ്പം നടക്കായിരുന്നു. അതൊക്കെയാണ് വൈബ്. എനിക്കുണ്ട് 2 എണ്ണം, ഒരു മധ്യവയസ്സിന് ഒരു ഫുൾ വയസ്സിന്. നീ ആരാണ് മധ്യവയസ്കൻ ഉദ്ദേശിച്ചത്? ഡെസ്പാട്ടിക്കണേ, വെറുതെ എന്നെ കിട്ടാൻ നിൽക്കരുത്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ചാറ്റിണ്ടട്ടെ ഭ്രാന്ത് വെച്ചിട്ടാണ് ആ പെണ്ണ് എല്ലാ ആണുങ്ങളും വെറുത്തത്. താന്ന് പോയോളൂ. ഇപ്പൊ നിന്റെയൊക്കെ തലമുറക്ക് എത്ര ഡീസൻ്റാ ഞങ്ങളുടെ തലമുറ. അതങ്ങനെ നിങ്ങളുടെ തലമുറക്കാൾ ഡീസൻ്റ് അല്ലേ എന്റെ തലമുറ? അതെങ്ങനെ? താൻ തന്നെയും മൂത്ത പെണ്ണിന്റെ പൊളിച്ചോടിയപ്പ താൻ തന്നെ മൂത്ത പെണ്ണിന്റെ പൊളിച്ചോടിയപ്പ അവിടുത്തെ നാട്ടുകാരെ വിളിച്ചപ്പോ ആ ചേച്ചിയോടൊപ്പം ഐസ്ക്രീം കഴിക്കാൻ താൻ ചിരിക്കണ്ട. താൻ മാലിന്യാന്ന് കാണിക്കാൻ വേണ്ടി ബസിന്റെ ഏറ്റവും പുറകെ പോയിട്ട് തിക്കി തിരക്കി ഫ്രണ്ടിലൊന്ന് പെണ്ണുങ്ങളെ എന്തേ ബിജുട്ടി അണ്ണാക്കില്ല അടിക്കാനേ. Uncle, thank you so much. It's a beautiful place. ഞാനിത് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഇനി നെക്സ്റ്റ് വീക്ക് വരാട്ടോ. അല്ല, ഇതാരാ? വൃത്തികെട്ടവൻ. റോഷ്നി. എനിക്കറിയായിരുന്നു നീ തിരിച്ചു വരുമെന്ന്. നീ എന്റെ മെസ്സേജിനൊന്നും 3 ദിവസം റിപ്ലൈ തന്നില്ലല്ലോ. ഒരു ദൈവത്തിനും പെട്ടെന്നൊന്നും നിന്നെ മഴവില്ലാക്കാൻ പറ്റൂല. അതിനെ ദൈവം സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ? പറ ആശാനെ. ഞാൻ പറഞ്ഞില്ലേ ആശാനെ എന്റെ വാവ തിരിച്ചു വരുമെന്ന്. വന്ന് 3 ദിവസം എന്നെ കാണാണ്ട് എന്റെ വാവക്ക് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പിണങ്ങിയതാ. കുഴപ്പമില്ല, നീ വന്നില്ലേ. ഇപ്പൊ എന്റെ വാവക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ വാവക്കും എന്നെ കാണാണ്ടിരിക്കാൻ പറ്റില്ലെന്ന്. പറ. ഞാൻ ഇവിടെ ഉണ്ടാവുന്നു. നീ എന്താ ഇവിടെ? അത് പിന്നെ വെറുതെ സർപ്രൈസ് തരാൻ വന്നേണ. പറ, എനിക്കെല്ലാം കേൾക്കണം. ഈ 3 ദിവസം എന്തൊക്കെ നടന്നു? അത് പറയാൻ പറ്റൂല. 3 ദിവസം പറയാൻ പറ്റൂലല്ലോ. എന്തായാലും നീ വന്നല്ലോ. Who is this? Who are you? ഇതേതാണ് ഈ CBSE? CBSE? This is my Pookie. അയ്യോ. നീ എന്നെ തേച്ചതാണല്ലേടി മഴവില്ലേ? എന്റെ അമ്മ. റിപ്പോർട്ടർ അങ്കിൾ, അവർ
അവര് 3 പേരും കൂടെ ഞങ്ങളെ ഉപദ്രവിച്ചു. എന്റെ പൂക്കിനെ അവര് വലിച്ചോണ്ട് പോയി. എന്നെ വലിച്ചുകൊണ്ടുപോയി. വെൽക്കം ടു കണക്കുണ ന്യൂസ്. ഞാൻ നിങ്ങളുടെ കണക്കുണ മോഹനൻ. ഞെട്ടുക കേരളമേ ഞെട്ടുക. പട്ടിയായാൽ കുരയ്ക്കും, പൂച്ചയായാൽ മാന്തും, പ്രാവായാൽ പറക്കും, കാക്കയായാൽ തൂറും. കേവലം ഒരു മനുഷ്യനായാൽ ഒന്ന് പ്രണയിക്കില്ലേ? അതിൽ തെറ്റുണ്ടോ? പുഴക്കരയിൽ പ്രണയിക്കാനെത്തിയ കവിതാക്കൾക്ക് നേരെ ക്രൂരമർദ്ദനം. മർദ്ദിച്ചതിൽ 3 പേർ അറസ്റ്റിൽ. ഒരു യുവാവ്, ഒരു മധ്യവയസ്കൻ, പിന്നെ കാമം നരയായി തലക്ക് കയറിയ വൃദ്ധനും. ഇവർ 3 പേരും പോലീസ് കസ്റ്റഡിയിലാണ്. ലജ്ജിക്കുക കേരളമേ ലജ്ജിക്കുക. നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. എന്റെ പൊന്നു സാറേ, ഞാൻ ചൂരിടാൻ വന്നാണ് സാറേ. സാറേ എനിക്കൊന്നും അറിയാൻ പാടില്ല സാറേ. സാറേ എല്ലാം ഇവനാണ് സാറേ ചെയ്തത്. എല്ലാം ചെയ്ത് ഇവനാ സാറേ. ഇവനാണ് സാറേ, ഈ തെണ്ടിയാണ് സാറേ. ഇവൻ ഞങ്ങൾ പാവങ്ങളാണ് സാറേ, രക്ഷിക്കണം സാറേ. നിനക്കൊന്നും പറയില്ലടാ. ഞാൻ സിഗ്മയില സാറേ. അവന്റെ അമ്മൂമ്മയുടെ സിഗ്മ. സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളും ഉപദ്രവങ്ങളും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറില്ല. പിന്നെ എന്തിനാണ് ഈ പ്രാർത്ഥന ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല. കഥയിലേക്ക് പോവാം. നീ എന്നെ തല്ലല്ലടാ. ആശാനെ അടിക്കുമ്പോ നീ നേരത്തെ ഉഗ്രം അയ്യോ ചേട്ടാ, അമ്മ വീട്ടിലൊറ്റക്കാടാ. അമ്മേ നീ എന്റെ ചേട്ടനല്ലേ? പോകി നീ ഇപ്പൊ അന്നേരം പറഞ്ഞ് മനസ്സിലാക്കി. ഓക്കേടാ. ഞാൻ പോയിട്ട് പാപ്പനെ വിളിച്ചിട്ട് വരാം. ദീപു, നിന്റെ ലവ് ട്രൂ ആണെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയടാ. നമുക്ക് അവിടെ പോയി സംസാരിക്കാം. വാ വാ. അമ്മേ ഇതെവിടെയാ സ്ഥലം? അമ്മേ